ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതെങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ സത്യം ജ്ഞാനം ആനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. നമസ്കാരം. ഈ ദൈവദശകം ധ്യാനം അമ്മയാണ് പകർത്തിയെഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളൊന്ന് നമ്മുടെ കേൾവിക്കാർക്ക് വേണ്ടി. അനുഭവം ഞാൻ ഗുരുവിൻ്റെ കൂടെ അതിൽ കണ്ടേക്കുന്ന 82 അത് പ്രിൻ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഗുരുവിൻ്റെ കൂടെ സഞ്ചരിച്ച സമയത്താണ് അത് എഴുതിയിരിക്കുന്നത്. അത് ഇവിടെ വന്നിരുന്നു, ഇവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്തുമൊക്കെ വന്ന് എടപ്പള്ളിയിൽ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഉണ്ടാവുന്നു. പിന്നെ എടപ്പള്ളിയാണ് തൃപ്പൂണിത്തുറയാണ് ഇടയ്ക്ക് ഗുരു താമസിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ വീടുകളായിരിക്കും. അങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ കുമാരസ്വാമി ഇവിടെ ഒരു മീറ്റിങ്ങൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഗുരു ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയിരുന്നിട്ട് ദൈവദശകം പറഞ്ഞു. ആദ്യത്തെ പദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കേട്ടിരിക്കുക. ഞാൻ എഴുതാൻ പുസ്തകമൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒന്നും എഴുതിയില്ല. ഞാൻ അങ്ങനെ തന്നെ അതിൽ ലയിച്ചിരുന്ന് പോയി. ഗുരു നിർത്തി കഴിഞ്ഞപ്പോൾ കണ്ണൊക്കെ തുറന്നു നോക്കിയേ ഗുരു പറഞ്ഞു കഴിഞ്ഞു. എത്ര നേരം
ഗുരു ഞാനൊന്നും എഴുതിയില്ല, ഞാൻ ഗുരു പറയണതിലങ്ങ് ലയിച്ചിരുന്നു പോയി, ഒന്നും എഴുതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു അതിൽ ഏത് വിദ്യ നാലാമത്തെ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്ന് ഉള്ളിലാകണം. ഇതാണ് ഗുരു പറഞ്ഞത്. അതിൻ്റെ വ്യാഖ്യാനമൊന്നും പറയാൻ പറ്റില്ല. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഗുരു ഇങ്ങനെ പറയുക. നമ്മളതിൽ ലയിച്ചിരുന്നു പോയി, ഒന്നും എഴുതാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഗുരു ഒന്നും എഴുതിയില്ല. ഗുരു എഴുതാൻ പറ്റിയില്ല, അതിലങ്ങ് കേട്ട് ലയിച്ചിരുന്നു പോയി, അതുകൊണ്ട് ഒന്നും എഴുതിയില്ല. പക്ഷെ ഗുരു എല്ലാ ദൈവദശകത്തിൻ്റെ എല്ലാ പദ്യങ്ങളും ഇങ്ങനെ എഴുതി തരികയായിരുന്നെങ്കിൽ എത്ര നന്നായിരിക്കുമായിരുന്നു. അത് ഹൃദയസ്പർക്കണം ഗുരു, അതൊന്ന് അങ്ങനെ എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു അറിയാം, മോളെ അതങ്ങ് പോയി, പുഴയിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോയാൽ പിന്നെ അത് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ അതങ്ങ് പോയി, അതിനി എഴുതാൻ പറ്റില്ല, അതങ്ങ് പോയി എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഗുരുവിൻ്റെ കൂടെ യാത്ര ചെയ്യുക. വടകര ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ഡോക്ടറുടെ വീട്ടിൽ ഞങ്ങൾ പോയി താമസിച്ചു. 3-4 ദിവസം ഉണ്ടായിരുന്നു അവിടെ. അവിടെ ചെന്നിട്ടുണ്ടെ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ആ നോട്ട്ബുക്ക് കൊണ്ടുവന്നു. ഗുരു വൈകുന്നേരം പറഞ്ഞു, മോളെ 5 മണിക്ക് ഒരു ചായയും ഇട്ട് എൻ്റെ അടുത്ത് വരണം. അപ്പം ഞാൻ എപ്പോൾ എണീറ്റാലും ഗുരുവിൻ്റെ അടുത്ത് കുളിക്കാതെ ഞാൻ പോകാറില്ല. ഞാൻ 5 മണിക്ക് മുമ്പ് തന്നെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ചായ ഇട്ട് ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, ഒന്നും ഇപ്പം എന്നൊന്നും മൂളിപ്പോലും എന്താണെന്ന് ചോദിക്കാൻ പാടില്ല. അപ്പോൾ അത്ര ശ്രദ്ധിച്ച് എഴുതുമെന്ന് നമുക്കറിയാൻ വേണ്ടി ഗുരുവിൻ്റെ പരീക്ഷണമായിരിക്കാം. എന്തായാലും ഒന്നും ചോദിക്കാൻ പാടില്ല, അതും ചെവി കേൾക്കാത്ത ഞാനേ. അപ്പോൾ സമ്മതിച്ച് ഞാനവിടെ പോയി ഇരിക്കും. ഗുരു ബാത്റൂമിലൊക്കെ പോയി ചിലപ്പോൾ ബാത്റൂമിലായിരിക്കും ഞാൻ ചെല്ലുമ്പോൾ, എന്നാലും ഒന്നും ചോദിക്കാൻ പാടില്ലല്ലോ, അവിടെ അടച്ചു വെച്ച് അവിടെ ഇരിക്കും. അപ്പോൾ ഗുരു വന്ന് ചായയൊക്കെ എടുത്ത് കുടിച്ച് കഴിഞ്ഞിട്ട്, മോളെ നമുക്ക് എഴുതാം ഗുരു. അപ്പോഴാണ് ഗുരു ദൈവദശകമാണ് പറയുന്നതെന്ന് അപ്പോഴാണ് മനസ്സിലാകണത്. 1-ാമത്തെ പദ്യം ഒരു ദിവസം പറഞ്ഞു. അങ്ങനെ 10 ദിവസം കൊണ്ട് വെളുപ്പിന് 5 മണിക്ക് എഴുതിയതാണ് ആ പുസ്തകം ഗുരുവിൻ്റെ. അത് എഴുതാൻ ഞാൻ മാത്രമേ, കേൾക്കാൻ പോലും ഒരാളും ഉണ്ടായില്ല. 5 മണിക്കല്ലേ, ആരും വരില്ല, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാൻ മാത്രമേ എഴുതിയെടുത്തതുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നു, ഇവിടേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ പെരുമ്പാവൂർ CK കുഞ്ഞൻ എന്നും പറഞ്ഞ് അവിടുത്തെ SNDPക്ക് സ്ഥലം കൊടുത്ത് സ്ഥാപിക്കുകയൊക്കെ ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹം ഇവിടെ വന്ന് ഇത് കേട്ടു. 80 വയസ്സായതാണ്. അദ്ദേഹം അത് കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതിങ്ങ് തന്നെ, നമുക്കിതിപ്പോൾ തന്നെ പ്രിൻ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊണ്ടുപോയി പെരുമ്പാവൂരിൽ നിന്ന് പ്രിൻ്റ് ചെയ്യിച്ച. ഇതിപ്പോൾ ഗുരുകുലത്തിലെ പ്രിൻറ്റിങ്ങാണ്. ആദ്യം 82-ലാണ് അദ്ദേഹമാണ് പ്രിൻ്റ് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്തത്. അന്ന് പറഞ്ഞത് ഈ മംഗളഭാരതിയുടെ ആ പൈസ വിറ്റ് കിട്ടുന്ന പൈസയും കൂടി ഈ മംഗളഭാരതിക്ക് ഉപകരിക്കാമെന്നാണ് അന്ന് ഗുരു പറഞ്ഞത്. അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ ഉറവിടം. ഗുരു നിത്യയുടെ അടുത്ത് ലോകത്തിലെ പലതരം ജീവിതം ഉള്ള മനുഷ്യർ വരാറുണ്ടായിരുന്നല്ലോ. വിശ്വാസങ്ങൾ, വ്യത്യസ്തങ്ങളായ പ്രൊഫഷനുകൾ, പല വംശങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വിദേശികൾ, ഇംഗ്ലീഷുകാർ മാത്രമല്ല വേറെ അല്ലാത്ത ഭാഷകൾ പിൻപറ്റുന്ന ആളുകളൊക്കെ വരാറുണ്ടായിരുന്നു. അവരോടൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഗുരുവും ഗുരുനിത്യയും ഇത്തരം വ്യത്യസ്ത ഭാഷകളുള്ള മനുഷ്യരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അമ്മ നിരീക്ഷിച്ചിട്ടുള്ളത്? അല്ല, അവർക്ക് ഗുരുവിനും ഭാഷ പലതും അറിയാം, അവർക്കും അറിയാം. ഇംഗ്ലീഷാണല്ലോ മെയിനായിട്ട് ആദ്യം പറയുന്നത്. ഞാൻ ആദ്യം ഗുരുകുലത്തിൽ 72 ചെല്ലുമ്പോൾ കണ്ടത് പീറ്റർ ഓപ്പൻഹൈമർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ്. അദ്ദേഹം അമേരിക്കക്കാരൻ. ഓപ്പൻഹൈമറാണ് അദ്ദേഹം അവിടെ വന്നിരുന്നത്. അപ്പോൾ ഞങ്ങളോടൊക്കെ ഇങ്ങനെ, അന്നൊക്കെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ലെന്ന് നമുക്ക് തന്നെ അറിയില്ലേ. ഇപ്പോഴാണെങ്കിൽ ഞാൻ അവരോടൊന്നും സംസാരിക്കില്ല, അന്നൊക്കെ നിറയെ സംസാരിക്കുമായിരുന്നു. അറിയാവുന്ന ഭാഷ അവർക്കും ഇല്ല, കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല, അങ്ങനെ സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ പീറ്റർ ഓപ്പൻഹൈമറെയാണ് ആദ്യം പഠിച്ചത്. അവരൊക്കെ വന്നാൽ ഗുരു ക്ലാസ്സൊന്നും വേണ്ട, ഗുരു സംസാരിക്കുകയാണ് ഇന്ന് ദൂരെ നിന്ന് മനസ്സിലാക്കി വരികയാണെങ്കിൽ അവർ പതുക്കെ ഇങ്ങനെ അടിവെച്ച് ഒരു സൗണ്ട് പോലും കേൾക്കാതെ വന്ന്, അപ്പോൾ അവരുടെ തന്നെ ഇരിക്കാനുള്ള മാറ്റൊക്കെ അവരുടെ കയ്യിലുണ്ടാവും, അത് അവിടേക്കിട്ട് സ്വസ്ഥമായിട്ടിരിക്കും. എഴുതിയെടുക്കാനുണ്ടെങ്കിൽ പേപ്പറിൽ എന്തെങ്കിലും ഒന്ന് എഴുതിയെടുക്കും,
അത് മുഴുവൻ എഴുതിയെടുത്തു കഴിഞ്ഞ് നമ്മളൊക്കെ അടുത്ത പരിപാടിക്ക് ഗുരു പറഞ്ഞു നിർത്തിയാൽ നമ്മൾ എണീറ്റ് പോയി. പക്ഷെ ഇവർ പോവില്ല. ഇവരവിടെ ഇരുന്ന് അത് മുഴുവൻ വീണ്ടും വായിച്ച് തെറ്റുകൾ, അവർക്കറിയാവുന്ന തെറ്റുകളൊക്കെ കറക്റ്റ് ചെയ്ത് ഗുരുവിനെ കൊണ്ട് കാണിച്ച് ഗുരു അത് ശരി കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് വരെ, അത് കഴിഞ്ഞേ അവരവിടുന്ന് പോകുള്ളൂ. ഭക്ഷണം കഴിക്കാനായാലും എന്തിനായാലും. പിന്നെ അവർക്ക് ഡിസ്കസ്സൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ വേറൊരു സമയത്താണ് അവരത് ഡിസ്കസ് ചെയ്യുള്ളൂ. പക്ഷേ ഗുരുവിൻ്റെ നിന്ന് കറക്റ്റ് ചെയ്ത് വാങ്ങിക്കും അവർ, പിന്നാണ് ഡിസ്കസ് ചെയ്യുക. അങ്ങനെ പീറ്റർ ഓഫാൻ, ജോൺ മൊറാസസ്, പീറ്റർ മൊറാസ് വേറൊരാളുണ്ട്. അയാളിപ്പോൾ ഇവിടെ കോന്നിയിലുണ്ടെന്ന് തോന്നുന്നു, പേര് കണ്ടെന്ന് തോന്നുന്നു. പീറ്റർ മൊറാസ്. ഈ പീറ്റർ മൊറാസ് ഈ പീറ്റർ മൊറാസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അവിടെ വൃത്തികേട് കണ്ടാൽ അതും എല്ലാം പറക്കി ക്ലീൻ ചെയ്തിട്ടേ പോരുള്ളൂ. ആ ക്ലീനിങ് അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. കുപ്പിയോ പേപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിടക്കണമെങ്കിൽ അതും പറക്കിയെടുക്കും. അവർക്കൊരു സഞ്ചിയുണ്ട്, അതിനകത്തേക്ക് ഇട്ടേക്കും. അത് വേറെയും കൊണ്ട് കളയില്ല. എവിടെയും അന്വേഷിച്ച് പോവുകയില്ല അത് എവിടെയാണ് ഇടേണ്ടിയെന്ന്. അത്ര ഇതാണ് ഇന്ത്യക്ക് വെളിയിലുള്ള വിദേശികൾക്ക്. നമ്മുടെ ഇവിടെ വന്നാലും എല്ലാവിടും ക്ലീൻ ചെയ്യാൻ അവരെല്ലാം കൂടും, മാറില്ല. നമ്മുടെ ഒരു മലയാളി കണ്ട അതവിടെ കിടക്കട്ടെ ആർക്കും എടുക്കില്ല. പക്ഷെ അവരങ്ങനെയാണ്. അവരിന്ന് ഒരുപാട് കണ്ട് പഠിക്കാനുണ്ട് നമുക്ക് ജീവിതത്തിൽ. ഗുരുവിൻ്റെ അടുത്ത് പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ വരുന്നല്ലോ, പല മതങ്ങളിൽപ്പെട്ട ആളുകൾ. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഗുരുവിനെ സമീപിച്ചിരുന്നത്? മതം അവിടെ ഒരു പ്രശ്നമായിട്ട് ആർക്കും തോന്നിയിട്ടില്ല. നമ്മൾ ആരോടും ചോദിക്കാറുമില്ല, ആരോട്ട് പറയാറുമില്ല മതം അവിടെ. പിന്നെ ഗുരുകുലത്തിലാണെങ്കിൽ ദൈവദശകം ചെല്ലും, അത് കഴിഞ്ഞാൽ സ്വർഗസ്നായ പിതാവ് ചെല്ലും, അത് കഴിഞ്ഞ് ബിസ്മി ഓതും. ഇതെല്ലാ പ്രാർത്ഥനയും ഗുരുകുലത്തിലുണ്ട്. ഈ 3 പ്രാർത്ഥനയും ഗുരുകുലത്തിൽ നിത്യവും ചെല്ലുന്നതാണ്. ഞങ്ങൾ ഇവിടെയും ചെല്ലും വൈകുന്നേരം അത്. അപ്പോൾ മറ്റുള്ളവർ വരുമ്പോൾ എല്ലാ പ്രാർത്ഥനയും സമമായിട്ട് കാണുകയാണല്ലോ ഇവിടെ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ദിവസം താമസിക്കുന്നവർക്ക് അങ്ങനെ തോന്നാനിടയില്ല. അങ്ങനെ തോന്നാറുമില്ല ആർക്കും. മതത്തെക്കുറിച്ചൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുള്ള ഓർമ്മയൊന്നും എനിക്കില്ല. അന്ന് നമ്മളും അറിവൊന്നും ഇല്ലാത്ത ആളല്ലേ. ചുമ്മാ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുക, ഗുരു എന്തെങ്കിലും പറയുന്നത് മുഴുവൻ പഠിക്കണം, അതുപോലെ തന്നെ പറയണം. ഇങ്ങനെയൊക്കെയുള്ളൊരാഗ്രഹം അന്നും ഇന്നും ഉള്ളു. പക്ഷേ ഇന്ന് സാധിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ കുഴപ്പം. ഗുരു ദേഹം വെടിഞ്ഞിട്ട് 25 വർഷമായല്ലോ. 25 വർഷം കഴിഞ്ഞു. അപ്പോൾ ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ഗുരുവിൻ്റെ അനുഭവങ്ങൾ അമ്മയുടെ ജീവിതത്തിൽ എന്തായിരുന്നു? അതൊരു വലിയ അനുഭവമാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാനിവിടെ കിടക്കുക, എൻ്റെ കട്ടിലിൽ പോയി എന്നെന്തോ. അപ്പം മുമ്പ് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഞാൻ മാറി കിടക്കും. ഇപ്പം എൻ്റെ അമ്മയുള്ളപ്പോൾ അമ്മ പറയായിരുന്നു, ആരും വിളിക്കണ്ട, നിത്യഗുരുവിനെ കാണാൻ കിടക്കുന്നതാ, അതുകൊണ്ട് ആരും പോകണ്ടെന്ന് പറയുമായിരുന്നു. ഗുരുവിൻ്റെ സമാധിക്ക് അമ്മയില്ല. അമ്മ ഇതിനൊക്കെ 94 അമ്മ മരിച്ചു. 99 ഗുരു സമാധിയായത്. അപ്പോൾ എനിക്ക് കിടക്കണം എന്ന് തോന്നി, ഞാൻ അവിടെ പോയി കിടന്നു. ഇവരൊക്കെ ഇവിടെ ഉണ്ട്, ഇവരൊക്കെ എന്ത് ചെയ്യണമെന്നൊന്നും ഞാൻ ഓർക്കണില്ല. കുമാരസ്വാമി ഈ റൂമിനകത്തുണ്ട്, സ്വാമി താമസിച്ച റൂം അതാണല്ലോ, അവിടെയുണ്ട്. ഞാൻ അവിടെ കിടന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു. അപ്പോൾ കാലിൽ ഇങ്ങനെ തടകണുണ്ട്. ഞാൻ കിടക്കുക. അപ്പോൾ കണ്ണ് തുറന്നു തുടങ്ങി, നമസ്കാരമൊക്കെ പറഞ്ഞു. ഗുരു എന്താ ഇപ്പോൾ പറയാതെ വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു ചിരിക്കുക. മോളെന്ന് കാണണം തോന്നി ഇങ്ങോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നോട് ഒരുപാട് ചിരിച്ചു. എന്തൊക്കെയാണെന്നൊന്നും ഞാനിപ്പോൾ ഓർക്കണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഫോൺ എടുക്കാൻ പോവില്ല, കുമാരസ്വാമി അവിടെ ഉണ്ട്, കുമാരസ്വാമി ഫോൺ എടുക്കട്ടെ, കുമാരസ്വാമി ഫോൺ എടുക്കട്ടെ, ഞാൻ പോകില്ല. ഞാൻ പോയാൽ ഗുരു എൻ്റെ അടുത്തൊന്ന് പോകില്ലേ, അതുകൊണ്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് കണ്ണൊക്കെ തുറന്നു നോക്കിയപ്പോൾ ഒന്നുമില്ല. വേഗം എഴുന്നേറ്റ് ഓടി വന്നു.
അപ്പോൾ കുമാരസ്വാമി ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നുണ്ട്. എല്ലാം പോയി മോളെ, ഇനി നമുക്ക് ആരുമില്ല എന്നാണ് സ്വാമി പറയുന്നത്. അതായത് നിത്യഗുരു സമാധിയായി എന്ന ആ ഫോൺ കോളായിരുന്നു അത്. അപ്പോഴും ഞാൻ ഗുരുവിനെ കണ്ടുകൊണ്ട് ഇരിക്കുക. അതാണ് ഗുരു. നോക്കുന്നവരുടെ അല്ല. ഏതോ ഒരാൾ വയനാട്ടിൽ നിന്ന് എങ്ങാണ്ട് പോകാൻ പോവുകയാണ് അത്ര. പുള്ളി ഇങ്ങനെ നോക്കിയപ്പോൾ തെങ്ങിൻ്റെ മുകളിലൊരു റൗണ്ട്. അവിടെ നിത്യഗുരു ചിരിച്ചുകൊണ്ടിരിക്കുന്നു. തെങ്ങിൻ്റെ മുകളിൽ നിത്യഗുരു ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന്. ഇതെന്തോ സംഭവിച്ചുവല്ലോ. അപ്പോൾ മുമ്പ് ഞങ്ങളോട് പറയാറുണ്ട്, ശിവാനന്ദാശ്രമത്തിൽ പോയപ്പോഴാണ്. അവിടെ പോയപ്പോൾ അങ്ങാണ്ട് ഈ സ്വാമി വന്നിങ്ങനെ മുട്ടിയിട്ട് പുറത്ത് ഒരു റൗണ്ട് ഈ സ്വാമി പോലെ ഒരാളവിടെ നിന്നിട്ട് ഈ ആശ്രമത്തിലേക്ക് പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പോയി മുഖമൊക്കെ കഴുകിയിട്ട് വന്നു. സ്വപ്നമാണോ അല്ലയോ? കാരണം അപ്സ്റ്റെയറിലാണ് ഗുരു കിടക്കുന്നത്. അവിടെ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് അവിടെ നിൽക്കണത് എന്തുകൊണ്ട്? അപ്പോൾ പോയി മുഖമൊക്കെ കഴുകി വന്ന് നോക്കിയപ്പോഴും അതാ അങ്ങനെ തന്നെ ഉണ്ട്. പോരുന്നുണ്ടോ? എന്നാൽ നാളെ രാവിലെ റെഡി ആയിക്കോളൂ, വണ്ടി വരും. രാവിലെ ഗുരു റെഡിയായി ചെന്ന് ഒരു വണ്ടി വന്ന് വണ്ടിയെ കയറി ഈ ആശ്രമത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അയാൾ ഇറങ്ങി അങ്ങ് പോയി വണ്ടിയിൽ നിന്ന്. ഗേറ്റ് അടച്ചിട്ടേക്കുക, ആർക്കും പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പക്ഷേ അപ്പോൾ തന്നെ ഗേറ്റ് തുറന്നു. ഒരാൾ വന്ന് ഗുരുവിനെ കൂട്ടിക്കൊണ്ടുപോയി ഈ സ്വാമിയുടെ അടുത്ത് കൊണ്ടാക്കി. ആൾ തിരിച്ചുപോയി. ആരും ഒന്നും മിണ്ടണില്ല. അങ്ങനെ അവിടെ കുറേ സമയം ഇരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് കുറേ ഫ്രൂട്ട്സ് അവിടെ ഇരുന്നു. അദ്ദേഹം ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് അതെടുത്ത് ഗുരു കുറേ കഴിച്ചു. പിന്നെയും കാണിക്കും ഇത്രേ. അങ്ങനെ കുറേ കഴിച്ച് ഒന്നും മിണ്ടിയില്ല. അല്ലേ? അങ്ങനെയല്ലേ? നമസ്കരിച്ചു. ഭസ്മം എടുത്ത് ധരിച്ച്